അമിതമായ രാസകീടനാശിനി പ്രയോഗം മൂലം കീടങ്ങൾ പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസ് നേടിയതിനാലാവാം കർഷകർ ഇപ്പോൾ 2-3 മാരക കീടനാശിനികളുടെ കോക്ടെയിലുകളാണ് കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കുന്നത്. ഉദാഹരണത്തിന് പ്രൊഫനോഫോസ്, സൈപ്പർമെത്രിൻ, മോണോക്രോട്ടോഫസ് എന്നീ 3 കീടനാശിനികൾ ചേർത്ത് ആഴ്ചയിലൊരിക്കൽ തന്റെ ഉള്ളി കൃഷിത്തോട്ടത്തിൽ തളിച്ചുകൊണ്ടാണ് ഒട്ടൻചത്രത്തെ വീരകുമാർ എന്ന കർഷകൻ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് പൊന്നരശ് എന്ന ഉള്ളി കർഷകന്റെ വീടും കൃഷിയിടവുമാണ്. എന്താണ് ഈ നടക്കുന്ന സ്പ്രേയിങ്ങിൽ ഉള്ളിച്ചെടികൾക്കുമേൽ പെയ്തിറങ്ങുന്നതെന്ന് നോക്കാം. സ്പ്രേ ചെയ്യുന്നയാൾക്കറിയില്ല താൻ ഏതു രാസവസ്തുവാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. കർഷകരാവട്ടെ പലപ്പോഴും ഇവയുടെ അപകടമോ നിരോധിക്കപ്പെട്ട കീടനാശിനികൾ ഏതാണെന്നോ തിരിച്ചറിയുന്നുമില്ല. കവാച്ചി 25 கிராம், ஹீராகுரான் 15 மில்லி, கார்ன்ஃப்ளவர் 10 மில்லி போட்டு ஒரு டோஸ் மிக்ஸ் பண்ணி ஒரு டோஸ். அது செல் அட்டாக்கு. அப்புறம் சாதாரண 10 நாளைக்கு ஒருக்கா ஹீராகுரான் 20 மில்லி, ஃபங்கசைடு இந்த டைத்தன் M45 50 கிராம் 10 நாளைக்கு ஒருக்கா கொடுத்துட்டு வருவேன். 3 കീടനാശിനികൾ ചേർന്ന ഈ പെസ്റ്റിസൈഡ് കോക്ടെയിലിലുമുണ്ട് മോണോക്രോട്ടോഫസ്, പച്ചക്കറിയിൽ നിരോധിച്ച കീടനാശിനി. മോണോക്രോട്ടോഫസ് പച്ചക്കറികളിൽ അനുവദിക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിരോധനാജ്ഞയുണ്ട്. കർഷകർ അമിതമായി കീടനാശിനി പ്രയോഗിക്കുന്നുണ്ടെന്ന് തമിഴ്നാട്ടിലെ കൃഷി ശാസ്ത്രജ്ഞരും സമ്മതിക്കുന്നു. Of using more pesticides and higher concentration and all, it is there. They are being misguided by the traders or the dealers, pesticide dealers. Dosage of pesticide basically sometimes farmers, among the farmers there is a wrong practice. If you tell 2 ml you use it, then farmer think that okay, if I use 3 ml then I can have a better control. കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും വളം കീടനാശിനി കച്ചവടക്കാരാണ് കൃഷി ശാസ്ത്രജ്ഞന്റെ റോൾ കൂടി ആടി തകർക്കുന്നത്. ഏതു കീടനാശിനി ഏതളവിൽ പ്രയോഗിക്കണമെന്ന് അവരാണ് കർഷകർക്ക് ഉപദേശങ്ങൾ നൽകുന്നത്. കാസർകോട്ടെ എൻഡോസൾഫാൻ കീടനാശിനി പ്രയോഗത്തിന്റെ ദുരന്ത ഫലങ്ങൾ പുറത്തുവന്ന ശേഷം ചുവപ്പും മഞ്ഞയും ലേബലുള്ള മാരക കീടനാശിനികൾ കൃഷി ഓഫീസറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വിൽക്കരുത് എന്ന് നിബന്ധനയുണ്ട്. ഇത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാം. റോഗർ, കരാട്ടെ എന്നീ മഞ്ഞ ലേബലുള്ള കീടനാശിനികൾ ആവശ്യപ്പെട്ട് ഞങ്ങൾ ഒരു വളക്കടയിൽ ചെന്നു. ടാറ്റ കമ്പനിയുടെ പേരിലേക്ക് മാറ്റി. ഇത് കരാട്ടെ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? അത് രണ്ടുപേരും രാസകീടനാശിനികൾ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി വലിയൊരു വിഭാഗം കർഷകരും അജ്ഞരാണ്. உடம்பு உழவாக்குறானுக்கு இல்லை, அது எப்படி கிடையாது, எப்படி ஸ்மெல்லு தான் வருதுங்க, அவ்வளோதான். കീടനാശിനി സ്പ്രേ ചെയ്യുമ്പോൾ 150 PSI എന്ന പ്രഷറിലുള്ള നോസിൽ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് പൊതുവെ കർഷകർ 500 PSI നോസിലാണ് ഉപയോഗിക്കുന്നത്. ഇത് കൂടിയ അളവിൽ കീടനാശിനി ചെടിയിൽ വീഴാനിടയാക്കുന്നു. പ്രൊഫനോഫോസ് എന്ന് പറയുന്ന കീടനാശിനിയാണ് ഏറ്റവും അധികം കണ്ടത്. അതിൻ്റെ അനുവദിക്കപ്പെട്ട പരിധി തന്നെ 0.05 ഉള്ളൂ. ആ സ്ഥാനത്താണ് 30, 35, 25 ഇത്രയും അളവിലാണ് കറിവേപ്പിലയിലും
പുതിനയിലയിലും കണ്ടത്. ഈ പ്രൊഫനോഫോസ് എന്ന് പറയുന്ന കീടനാശിനി അന്താരാഷ്ട്ര തലത്തിൽ പരുത്തി കൃഷിക്ക് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഇത് കോയമ്പത്തൂർ ജില്ലയിലെ കാരമടയിലെ കറിവേപ്പ് പാടങ്ങൾ. കറിവേപ്പിൽ ആഴ്ചയിൽ ഒരിക്കൽ എൻഡോസൾഫാൻ തളിച്ചാണ് കൃഷി നടന്നിരുന്നത്. എൻഡോസൾഫാൻ കിട്ടാതായതോടെ തമിഴ്നാട്ടിലെ കറിവേപ്പ് കർഷകർ സിഗ്മ എന്ന വൻകിട കീടനാശിനി കമ്പനി കീടനാശിനി എന്ന ലേബൽ ഇല്ലാതെ പുറത്തിറക്കുന്ന എക്സോഡസ് എന്ന രാസവസ്തുവാണ് 8 ദിവസത്തിലൊരിക്കൽ കറിവേപ്പ് തോട്ടത്തിൽ തളിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് ആക്ടിനോമൈസിറ്റിസ് എന്ന ഫംഗസിൽ നിന്നെടുക്കുന്ന സ്പൈനോസ്റ്റീറോയിഡ്സ് ആണ് ഉള്ളതെന്ന് കമ്പനി അവകാശപ്പെടുന്നു. എന്നാൽ ഇതിനു പുറമെ മറ്റു ചില രാസവസ്തുക്കളും ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ടെന്ന് സാമൂഹ്യ പ്രവർത്തകർ തമിഴ്നാട്ടിലെ ആത്തൂരിലും മറ്റും ആരോപണം ഉന്നയിക്കുകയും വലിയ വിവാദം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ജൈവമായ ഒരു ഉൽപ്പന്നമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കച്ചവടക്കാർ കർഷകർക്ക് നൽകുന്നത്. எக்ஸோடஸ் வந்து ஃபார் அது பிளான்ட் எக்ஸ்ட்ராக்ஷனுங்கிறதுனால அதனுடைய ഗ്രോത്ത് ഓഫ് ദി പ്ലാന്റ് வந்து നല്ല ഇതാ இருக்கு. എക്സോഡസ് ഇതേപോലെ പല പേരുകളിൽ ഇപ്പോൾ കീടനാശിനികളല്ല, ഇതൊക്കെ ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനുള്ള ടോണിക്കുകൾ, പ്ലാൻ ടോണിക്കുകൾ എന്ന പേരിൽ കുറേയധികം ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ஃபஸ்ட்டில் லோ கரண்ட் தான் யூஸ் ஆகுதுங்க. ஒரு 5 முறை 6 முறை அடிக்கலாம், அடிச்சாகணுங்க. ஏலத்துக்கு வந்து மோனோபிளாக்ஸு மிக்ஸ் பண்ணி அடிக்கலாம். மோனோபிளாக்ஸ் அடித்தோன்னா நம்மளுக்கு நல்ல வளர்ச்சி கிடைக்குது. பால்த்தீன் அடிச்சுட்டு இருந்தா, அதுக்கு வந்து நோகரன் அடிச்சுட்டு இருந்தா, இப்போல்லாம் அதெல்லாம் கேட்கறதில்ல. இப்போ வந்து இந்த மருந்து அடித்தது கேட்குது. எக்ஸோடன் இப்போ அடித்ததா கேட்குது, இதுவாக கேட்கறதில்ல. തമിഴ്നാടൻ ഗ്രാമങ്ങളിലും ക്യാൻസർ രോഗബാധ വർദ്ധിക്കുന്നുവെന്നാണ് പുതിയ നിരീക്ഷണം. It is there in Tamil Nadu also, but I am sorry to say, but the awareness is so poor. மருந்தடிக்காது எல்லாமே எதுவுமே இல்லை, எல்லாம் மருந்தடிக்கிறாங்க. രാസകൃഷി ചെയ്യുന്നതിന് കർഷകരെ മാത്രം കുറ്റപ്പെടുത്തുക എളുപ്പമാണ്. എൻഡോസൾഫാൻ പോലുള്ള കീടനാശിനികളുടെ ഉപയോഗം കറിവേപ്പ് കൃഷിയിൽ ഇപ്പോൾ പൂർണ്ണമായും നിലച്ചുവെങ്കിലും പ്രൊഫനോഫോസ് പോലുള്ള തലച്ചോറിനെ ബാധിക്കുന്ന കീടനാശിനികൾ ഇപ്പോഴും പ്രയോഗത്തിലുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ കർഷകർ മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാനാവില്ല. ചിലവ് കുറഞ്ഞ ജൈവ ബദലുകൾ കണ്ടെത്തുക, അവ കർഷകരിൽ എത്തിക്കുക, ജൈവ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭിക്കുക, ഇതെല്ലാം പ്രായോഗികമായാലേ ശാശ്വതമായ പ്രശ്നപരിഹാരം സാധ്യമാകൂ. Local buyers, they are not interested whether it is organic or chemical. They are not bothered about. They are bothered about only the cost. So agriculture is also compelled to go for the low cost prices chemical. Otherwise, if they can give about 25%, at least 25% extra, people would like to go for organic. കറിവേപ്പിൽ വരുന്ന 2 തരം കീടബാധയ്ക്ക് എക്സോഡസ് നല്ലതാണ് എന്നാണ് കർഷകർ പറയുന്നത്. As such, for curry leaf, there is no specific recommendation of pesticides still. We are trying to work out. There is no guidance for the. Yeah, they give whatever the material that is available. They are giving. And farmers, if they are getting good result, that chemical they are doing it again also. ஏரினும் நன்றால் எரு இடுதல்
கட்டபின் நீரினும் நன்று அதன் காப்பு. കൃഷിയെ വാഴ്ത്തിയ തിരുക്കുറലിന്റെ നാടായ തമിഴകം രാസകൃഷിയുടെ തട്ടകമായി തീർന്നത് യാദൃശ്ചികമായല്ല. കൃഷിക്കും ഗതാഗതത്തിനും യോജിച്ച നിരപ്പായ സ്ഥലം, മണ്ണിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഗ്രാമീണ ജനത. ഇവർക്കിടയിലേക്ക് ഹൈബ്രിഡ് വിത്തുകളുമായി ആദ്യം വൻകിട കമ്പനികൾ കടന്നുവന്നു. ഈ കർഷകരെ അവരുടെ ആശ്രിതരാക്കി മാറ്റുകയും ചെയ്തു. If you develop some varieties, we are aiming for yield. So if you are aiming for yield, naturally you have to compensate or compromise with the resistant factors. That's why the insect pest has totally started increasing in a high yielding variety or newly introduced variety which gives more yield. So naturally we are forced to apply more of insecticides. സങ്കര വിത്തുകൾക്ക് വളരാനും വമ്പൻ വിളവ് നൽകാനും കൃത്രിമ വളം വേണം. അതിജീവിക്കാൻ രാസകീടനാശിനികൾ വേണം. വില സ്ഥിരതയില്ലാത്തതിനാൽ വിളവ് കൂട്ടിക്കൊണ്ട് മാത്രമേ കർഷകന് പിടിച്ചു നിൽക്കാനാവൂ. വലിയ മുതൽ മുടക്കി നടത്തുന്ന ചൂതാട്ടമായി കൃഷി മാറുകയെ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ സർവേയിൽ കണ്ടെത്തിയത് ഇപ്പം അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഒന്നരാടം തന്നെ തളിക്കുന്ന ചില പ്ലോട്ടുകൾ കണ്ടിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല, പക്ഷേ വളരെ കൂടുതലാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പാട്ടത്തിനടുത്തൊക്കെ ചെയ്യുമ്പോൾ പാട്ടത്തിൻ്റെ ചിലവ് കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും റിസ്ക് എടുക്കാനായിട്ട് തയ്യാറല്ല കർഷകർ. പല കീടനാശിനികളും നമ്മുടെ അന്തസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ വളരെ മാരകമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് നമ്മുടെ എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ എന്നുള്ളത് WHO പറയുന്നുണ്ട്, പല രാജ്യങ്ങളും പറയുന്നുണ്ട്. അതൊരു വലിയൊരു കൺസേൺ ആണ്. കാരണം കേരളത്തിൽ തന്നെ ഇന്ന് സ്കൂൾ ഗോയിങ് കുട്ടികളുടെ ഇടയിൽ പഠന വൈകല്യങ്ങൾ വളരെ കൂടുന്നുണ്ട്. അതൊക്കെ ഈ എൻഡോക്രൈനുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടാമതുള്ളത് റീപ്രൊഡക്റ്റീവ് ടോക്സിറ്റിയാണ്. US 4th or 5th പ്രഗ്നൻസിയാണ് നോർമൽ പ്രഗ്നൻസിയിലേക്ക് എത്തുന്നത്. അത് സക്സസ്ഫുൾ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ 4 അബോർഷന് ശേഷമാണ്. അത് നമുക്കിപ്പോൾ ചില പെസ്റ്റിസൈഡ്സ് സ്റ്റിൽ ബർത്ത് ഉണ്ടാക്കുന്നുള്ളതിന് പ്രൂവൺ ലിങ്കേജസ് ഉണ്ട്. തമിഴ്നാട് അതിർത്തിയിലെ മുതലമടയിലുള്ള ഒരു മാവിൻ തോട്ടം. ഇവിടെയും വില്ലൻ കീടനാശിനികൾ പ്രകൃതിയെയും മനുഷ്യരുടെ ആരോഗ്യത്തെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. ശരണ്യ എന്ന ഈ കുഞ്ഞിനെ പോലെ ശരീരം തളർന്ന കുട്ടികളുടെ ഒരു തലമുറ തന്നെ സൃഷ്ടിച്ച ആ ദുരന്തകഥ ഇനിയൊരു ലക്കത്തിലാവാം. നല്ല മണ്ണിന്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നു. ഇനി വീണ്ടും അടുത്ത ശനിയാഴ്ച രാത്രി 10 മണിക്ക് കാണാം.